ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കയറി ചെല്ലണമെന്ന് ഓരയിലെ കിച്ചൺ കാണാം. അവിടെ ജ്യൂസ് ഉണ്ടാക്കാല്ലേ മാങ്ങ തൊലിച്ചുകൊണ്ട് കാണാം. അവിടെയും ഇവിടെയും നമുക്ക് മെയിൻ മെയിൻ അതിഥിയിലോട്ട് പോവാം. അവിടെ നല്ല ബീഫ് വരട്ടുണ്ട് പറയാം. ഓ ഓ മസാല പൗഡേഴ്സ് ഒന്നോ പറയും. ഇത് പ്യുവർ ആയിട്ടുള്ള ബീഫാണ്. നമ്മൾ ഇതിൽ ചേർക്കുന്ന ഗാർലിക്, ജിഞ്ചർ, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില പോലെല്ലാം മാത്രം ഇട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ബീഫും കൂടെ ഇട്ട് വറ്റിച്ചെടുക്കുന്ന പരിപാടിയാണ്. വേറെ മസാല ഇതാണ് നമ്മുടെ വെറൈറ്റീസ് ആണ്. ഒറിജിനൽ ഓർഗാനിക് ആണ്. നമ്മള് ബിരിയാണി അവിടെ ദമ്മ അവിടെ ഉണ്ട്. ബിരിയാണി അതിന്റെ ഒച്ച കേൾപ്പിച്ചു കൊടുത്താ എടുത്ത് വെച്ചിട്ട്. ഓ വോളി 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 ദമ്മ് പുറത്തിടാനാണ് പ്ലാൻ. മഴ ആയതുകൊണ്ട് ഇത് നമ്മൾ ഉള്ളിക്കാക്കിയോ? ഔട്ട് ബസ്സിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. വിശേഷങ്ങൾ നമ്മൾ പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. എന്തിനാ അപ്പോ എന്താ നമ്മൾ ദമ്മിടാൻ വേണ്ടിട്ട് സ്പേസ് കണ്ടത് ഇവിടെയാണ്. ഇവിടെ അടുപ്പോ കൂട്ടിന് പറയാന്. പക്ഷെ മഴ പെയ്ത് അപ്പൊ അവിടുന്ന് മാറ്റിയിട്ട് വേറെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ദമ്മ് ഉണ്ടോ? ഉള്ളു കിച്ചണൊക്കെ ഭയങ്കര ഇതായി കിടക്കാണ്. കാരണം അത്രക്കും പണിയുണ്ട്. നോമ്പ് പോയിട്ടുള്ള പണിയാണ്. നമ്മളെ പൂച്ചക്കുട്ടികളുണ്ട്. പിന്നെ നമുക്ക് ഇനി ഉള്ളു പോയേക്കാം. ആ വണ്ടിയാണ് സിനാം പിടിച്ചാണ്ട് ഓട്ടിയത്. നേരെ ബാക്ക് പോയല്ലോ. റിവേഴ്സ് ഏതാ അറിയില്ല. ഏതാ ലുക്ക് മായ ചെയ്തപ്പോ ഏതാ ലുക്ക് മോനെ. മായും കൂടി പെയ്തപ്പോ ഉണ്ടല്ലോ ക്ലീന് സാധനം. അവിടെ രണ്ടാൾക്കാര് ഇതെത്താ ആദ്യമായിട്ടന്നെ. അങ്കര മെസ്സി. ഓ ഇതിന്ന് ആരാ ഇറങ്ങി വരുന്ന നോക്കാം. റയാന്റെ ചെരുപ്പാണല്ലോ. റയാന്റെ ചെരുപ്പിട്ട് ആരാ ഇറങ്ങി വരുന്നത്? എന്താണ് പറയാല്ലേ ഈ വണ്ടി ആദ്യം ഓട്ടിയപ്പോ? എന്താണ് എക്സ്പീരിയൻസ്? എന്താ പറയും ഇതിന്റെ എക്സ്പീരിയൻസ്? റിവേഴ്സ് ഗിയർ കാണില്ലേ? ഇതിൽ ഞാൻ തിരെ കയറി വെക്കില്ലേ. ഞാൻ എടുത്ത വണ്ടിക്കൊക്കെ റിവേഴ്സ് ഗിയർ സാധാ റിവേഴ്സൽ ഉണ്ടാവില്ലേ? അതിൽ നമുക്ക് കൂടുതൽ അല്ല ഓട്ടോമാറ്റിക് വണ്ടി അങ്ങനെയല്ല ഉണ്ടാവില്ലേ? ഇതിന്റെ റിവേഴ്സലല്ലേ ഇത് പിടിച്ച് താത്തി തിരിച്ചൊക്കെ വേണമല്ലോ. നമുക്കറിയില്ലല്ലോ. പിന്നെ റയാൻ മഹാനുള്ളതുകൊണ്ട് കാര്യങ്ങൾ ഓക്കെ ആയിട്ട് കിട്ടി. എന്തതിനെ പറ്റി എനിക്ക് വരാനുള്ളത്? ആദ്യം എന്താ വരാനുള്ളത്? ചാവ്യം കൊണ്ട് എടുക്കോ? മൂന്നെണ്ണത്തെ തോറ്റിക്കാം. എല്ലാ ഡയലോഗ് 100, കളി 0. ഇതാ 2 ഹാട്രിക് അല്ല 3 ഹാട്രിക്. ഈ ചാവൊന്ന് കൊണ്ടു കൊടുക്കട്ടെ ബ്രോ. ചെക്കന്മാരൊക്കെ അവിടെ ഗുസുർ പറഞ്ഞോണ്ടിരിക്കാണ്. സുഹൃത്തുക്കളെ നമ്മളെ മുന്നിലുള്ളത് അഭിഷേക് വർമ്മ. ഏയ് ഫുഡ് കഴിച്ചോ? ഞാൻ തിന്നാനെന്തോ ഫുഡ് കഴിച്ചോ? തിന്നാനൊന്നും ഇല്ല ഇവിടെ. അല്ല ഫുഡ് കഴിച്ചില്ലേ? അതില്ല, തിന്നാനില്ല. മാങ്ങയൊക്കെ ഉണ്ട്. പോയിരുന്നു തിന്നോ? മാങ്ങന്റെ ഇതുണ്ട്. വാങ്ങിട്ട് എന്തുണ്ട്? അതിന്റെ എന്തായാലും പറയാ. അത് വേണ്ട വേണ്ട. അമീൻ. ഇതാണ് അമീൻ. അമീൻ എന്ന് പറഞ്ഞാൽ വെറും അമീനല്ല, മാസ് അമീൻ. ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ അമീൻ കഴിഞ്ഞിട്ട് അമീന്റെ മുടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പുറത്തേക്ക് എപ്പോഴേക്കും ചാടി വെക്കുക. അമീന് മറ്റേ സൺകിസ് അടിച്ചിട്ടുണ്ടോ പുറത്തുനിന്ന്? ഓ ഒരു നോട്ടം കൂടെ ഉണ്ടാറൊക്കെ മണ്ണ ചെറുക്കും മണ്ണ പുണ്ണാമണ്ണാറേ തൊള്ളിയിൽ വന്നപ്പോ പാടിയതാ അമീനെ. അമീൻ എന്തോ ബിസിനസ് പരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്താണ് മീനെ? ബിസിനസ്. ഹാപ്പിയാണോ? ഹാപ്പിയല്ലേ? നോമ്പുണ്ടോ? എത്ര നോമ്പ് പറ്റി? നോമ്പ് ഞാന് എത്രാമത്തെ നോമ്പാ? ഇന്ന് 25ാമത്തെ. നിസ്കരിച്ചോ കുറച്ചു നേരത്തെ? എന്താ ഇവിടെ ഫുഡ് ഉണ്ടാക്കണ? എന്താ ചിക്കൻ ബിരിയാണി ആണോ മട്ടൻ ബിരിയാണി ആണോ ബീഫ് ബിരിയാണി ആണോ? ആദ്യം ഇവിടെ നേരത്തെ ഫുട്ബോൾ കളിച്ചില്ലേനോ? ആനക്ക് റയാനിടുന്ന് കാണടാ, ആനക്ക് കാണടാ. ആദ്യം നമ്മൾ നന്നാക്കി കൊടുക്കണം. നമ്മള് റെസ്പെക്ട് കൊടുക്കണം അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ നന്നാക്കി കൊടുക്കണ്ടേ. ഞാൻ നന്നാക്കൊന്നുമില്ല.
കാരണം എന്താ വെച്ചാല് നമ്മള് ആര് എന്താ എന്താ കാട്ടി വെച്ചണേ നഷ്ടം വരുത്താനുള്ള ആദ്യം ഫുള്ള് പൊട്ടിച്ചത് പൊട്ടിയത് ഇല്ലടാ ആക്കണ് എവിടെ പൊട്ടിച്ചാ ആ പേപ്പർ പറ്റിയാ എന്താ എന്താ പൊട്ടി ഇതെന്താ അറിയോ ഇവിടെ ഓൾറെഡി വെള്ളം ഉണ്ട് അപ്പൊ ഇത് മെല്ലെ ചെരിഞ്ഞപ്പോ ഇത് കുറച്ച് മണ്ണ് തീയായി അതിലെങ്ങനെ വെള്ളം വന്നേ മഴ പുറത്തല്ലേ ഇവിടുന്ന് ചീറ്റിലടിച്ചിങ്ങോട്ട് വന്ന ആളത്തേക്ക് ഈ വെള്ളം നോക്കിയാ ഈ നോണുണ്ടാക്കി നോണ ഞാൻ നോണ ഉണ്ടാക്കില്ല ആദ്യം എല്ലാം അവിടെ പൊട്ടിച്ചാണ്ട് ഇതൊക്കെയാ കാട്ടണ് ഞാൻ ഇടല്ല എന്താ പറയാ എന്താ പറയാ എന്ത് സംഭവം ഇതാ? മണ്ണ് ഒരു വെള്ളമായിട്ട് ഇതായി നാക്കനാട്ടിയല്ല അവര് നമ്മളാ നാക്കണല്ലേ അപ്പൊ ആ ഒരു റെസ്പെക്ട് അത്ര ഉള്ളു വലിയവൻറോ നീ കളിയാക്കില്ലേ? ഗൈസ് അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ സ്പോട്ട് മാറ്റി നമ്മളെ കീടിലം റിസോർട്ട് സ്പോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മളത് ദം ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബിരിയാണിന്റെ സ്പോട്ട് ആയോ കത്തിച്ചാനായോ? കത്തിക്കാൻ പോണേ ഉള്ളൂ. നല്ല സെറ്റപ്പ് ആക്കണേ, എല്ലാം സെറ്റാണ്. അതിന് ചിരട്ടൊക്കെ ഉണ്ട്, ഇതിനകത്തിന് കജ്ജുള്ളി. എടാ എന്ത് പറ്റിയടാ? ആ ചോക്ക് പിടിക്കണ അവിടെ വിട്, ചോക്ക് വിട്. അതിന് സ്റ്റാർട്ട് കണ്ടിന്യൂസ് അടിച്ചോ. ആ അടിച്ചോണ്ടെങ്കിൽ ഇരുന്നാൽ മതി. ആക്സിഡന്റ് വിട്. ആ അത്രേ ഉള്ളൂ, ആയി സ്റ്റാർട്ടായി. ആ ആയി. പേടിച്ചോ? എല്ലാ കുട്ടൻസ് അറിയണ ആകെ ഒരേ ഒരു വ്യക്തി റയാൻ. റയാൻ എത്ര പുള്ളപ്പ് കൊടുക്കും? കണ്ടില്ലേ? ഓ ഓ അപ്പോ അല്പനിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ദം ബിരിയാണി സെറ്റ് ആവും. അപ്പൊ നമ്മളെ ഇഫ്താറിനുള്ള ലൈറ്റൊക്കെ സെറ്റ് ആക്കാണ് ചെക്കന്മാര്. നല്ല ലൈറ്റ് ഉണ്ടാവും, വണ്ണ അലങ്കാരാണെന്നാ പറഞ്ഞത്. ഓ ഓ അറിയാൻ സ്പെഷ്യൽ ബിരിയാണി, വെറും ബിരിയാണി അല്ല, ദം ബിരിയാണി. എന്താണ്ടി റൈസ് കട്ടറോ? മറ്റേ ചോറ് പോരണ മറ്റേ സാധനല്ലേ കൈ അവിടെ തൂക്കിട്ടുണ്ട്. നടക്കൂല, ഞാൻ പറയാൻ വേണ്ടി വരുന്നത്. ഞാൻ അവിടെ വെളിയിലാണ് സെറ്റ് ചെയ്തത്. ഓ ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് അടിച്ചിട്ടുണ്ടല്ലേ. പരീക്ഷ നടത്തും എന്തെങ്കിലുമൊക്കെ ആക്കുന്നത് നമ്മള് പൊട്ടിക്കും. അളിയും വന്ന് ഇങ്ങനെ മറ്റേ നമ്മളെ ഓഫീസ് ബീഫിൽ ഇങ്ങനെ നമ്മൾ കളി വെള്ളമാണ് കുടിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ കൈ പൊക്കി മണമൊക്കെ അടിച്ച്. ഓ സാധനം കിട്ടിയടാ. നിങ്ങൾ യൂട്യൂബിൽ വരുന്നതിന് പ്രശ്നമല്ലല്ലോ. എന്തേലും ബിസ്മി എന്തേലും പറഞ്ഞടി. പറഞ്ഞ അടുപ്പ് കത്തിക്കാനായിട്ട് പറഞ്ഞായിരുന്നു. പുക പോകുമ്പോ എന്താ ലുക്ക് റയാന്? മഞ്ചനായ മൊഞ്ചന എന്നെ കത്തിക്കുന്നേ സൈഡിരിക്കും. ദം ബിരിയാണി റെഡി ആയി സുഹൃത്തുക്കളെ. അടുപ്പവിടെ കത്തുണ്ട്, റയാനും അവിടെ കത്തുണ്ട്. മൊത്തം താഴെ പോകണം. ഒരുമിച്ച് കിട്ടൂടാ. ഇളക്കി തരാം. നല്ല കിട്ടു ഓരോരോ അരിയും വിലപ്പെട്ടതാണ്. എന്ന മുദ്രാവാക്യത്തിലൂടെ ഇളക്കിട്ടെ എന്ന മുദ്രാവാക്യത്തിനോട് കൂടി ജീവിക്ക മുമ്പോട്ട്. പഠിച്ചോണ്ട്
റയാൻ സ്പെഷ്യൽ ദം ബിരിയാണി. എന്താണ് ഇതിലേക്ക് ഇനി എന്താടാൻ പോണേ? അത് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചാ കൂട്ട് രഹസ്യക്കൂട്ട്. അയ്യവാ എവിടുന്ന് കിട്ടും ഇത്ര ലൈഫ്? കരിവേപ്പിൻ്റെ അറിയപ്പല്ല നീ ഇത് എന്തോന്നാണ് ഇതെന്താണ് വല്ലിച്ച ആ പിരിച്ചിലാണ് കേട്ടോ. ഇത് ഇതിനകത്ത് വലിയ കുഴപ്പമില്ല. അടുപ്പത്ത് വെച്ചിട്ടാ വെച്ചു. മാവ് സെറ്റ് ചെയ്തിട്ട് വരാം. ദമ്മ് ഇട്ടേ ഇട്ടുള്ളൂ. മാവ് ദമ്മ് പൊട്ടുമ്പോഴാണല്ലോ വേവ് അറിയാൻ പറ്റുന്നത്. മാവ് സെറ്റ് ചെയ്യാം. എന്താ മാവ് സെറ്റ് ചെയ്യാൻ റയാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഓടുന്ന റയാൻ മാവ് പറഞ്ഞ് ഓടുന്ന റയാൻ. എന്താ അടുപ്പ് കത്തിച്ചോണ്ടിരിക്കുന്നു വേറൊരു സുഹൃത്ത്. ഉപ്പിടണ വരണ ആ പറയ്. ഇത് ഫുള്ള് തിന്ന് തീർക്കാൻ അറിയാം ഒരാള്. ജുങ്കുട് ചുക്കു ചിക്കൻ മറ്റേ ചിരിയിലുണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ടെല്ലാം സെറ്റായി കൊണ്ടിരിക്കണേ. എന്താ അവിടെ സിനാൻ പണിയെടുക്കുന്നുണ്ട്. സിനാനാണ് മെയിൻ. സിനാൻ കണ്ടോ ആയിക്കോടെ ഇടും, ദീക്കൂടെ എടുക്കും, എന്നിട്ട് പിന്നെ ആയിക്കോടെ ഇടും, പിന്നെ ദീക്കൂടെ എടുക്കും. അതാണ് സിനാൻ്റെ പണി. ടേബിളൊക്കെ പുറത്തിട്ടാണ്. എല്ലാവരും ഓരോരോ ചർച്ചയിലാണ്. ടേബിൾ എങ്ങനെ ഇടാന്നുള്ള ചർച്ചയാണ്. ഇപ്പോൾ അമ്മീന്ന് പറയും ഇതിൽ കൂടെ തിരിച്ചു വെക്കാം കരിയിലൊക്കെ ഇരിക്കണ മാതിരി. അപ്പോൾ റയാൻ വിളിച്ചപ്പോൾ റയാൻ മാനേജറാവും. അപ്പോൾ റയാൻ പറഞ്ഞു പറ്റൂല, ടേബിള് എന്താ വരിക്ക് രണ്ടെണ്ണം ആക്കിയിടണം പറഞ്ഞു. ഇതിലിപ്പോൾ എന്താ ഇപ്പോൾ കാട്ടറിയില്ല. ആ കൺഫ്യൂഷൻ ആയിക്കാണ്. അതുൽ ബ്രോക്കോ എങ്ങനെ ടേബിൾ ഇടാന്ന് വൈഫിനെ വിളിച്ചു ചോദിക്കണം. വൈഫിനോട് ചോദിക്കണമല്ലോ ഈ ടേബിൾ എങ്ങനെ ഇടുക അതൊക്കെയാണ് ചോദിക്കണം ഫോണിൽ. സിനാന് പിന്നെ ഫുൾ പണി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ കീഴിലാവുമ്പോ പണി. അല്ല എന്താ അത് എന്താ ഇപ്പൊ വയറിങ് പണിക്കാരനാണ്. ഇപ്പൊ ട്രേഡറായി. കുറച്ച് നേരത്തെ ട്രേഡറായിന് ഇപ്പൊ പണിക്കാരനായിക്കണേ. ഓ ഓ ഓ ഓ ഇതാണ് കാമുകൻ. കാമുകൻ എന്നൊക്കെ പറഞ്ഞാണല്ലോ. ഓ അത്ര വലിയ കാമുകൻ. ട്രൂ ലവ് ഈ ദുനിയാവിൽ ആരും ഉണ്ടാവില്ല. ഓ എന്റെ പൊന്ന് ചിക്കൊന്ന് ക്യാമറ കൊണ്ടോ ക്യാമറ അവള് കോളിൽ കാണാൻ പറ്റില്ല. വീഡിയോ കോൾ അവളാണ് ഏത് നേരം സംസാരിച്ചു കൊണ്ട് കുണുവാണ്. പറയൂ. ഹലോ ആ ചിക്കുവാണ് ചിക്കു. ആ നിങ്ങള് വേറെ ആരും വിളിക്കലൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലിടാ. ഞാൻ ഫുള്ള് സത്യസന്ധനാണ്. ഇതൊക്കെ യൂട്യൂബിൽ വരൂട്ടെ നീ സംസാരിക്കാനൊക്കെ. പോണ ട്രൂ കാമുകനാണ്. എത്ര വലിയ കാമുകം ഈ ലോകത്തുണ്ടാവില്ല. പ്യൂർ ഹാർട്ടോ. നല്ല മനസ്സുള്ള കാമുകനാണ്. മെയിൻ പണിക്കാരൻ ബ്രോ എങ്കിന്ന് വന്നിട്ട് ബ്രോ എങ്കിന്ന് വണ്ടിട്ട് മെയിൻ പറഞ്ഞോളി. ഓ ഇത്രയും വലിയ ലേറ്റ് തീർച്ചയായും കാമുകൻ കാമുകിക്ക് വിളിച്ചോണ്ട് കേട്ടോ. കാമുകൻ ഏതായാലും കൊള്ളാം.
കാമുകിനൊരു ഗ്ലാസും കൂടി ഇട്ടാ ലുക്കാവും. എന്ത് വേണ്ടേ ഇതൊക്കെ എങ്ങനെയുണ്ട് ലുക്ക് നോക്കിയേ? അപ്പോ നമ്മുടെ റയാന്റെ ദം ബിരിയാണി ദമ്മിട്ട് വെച്ചിക്കണേ. ദമ്മ് പൊട്ടിച്ചാനായിട്ടില്ല, പൊട്ടിച്ചുമ്പോ നമ്മള് പ്രോപ്പറായിട്ട് സെറ്റാക്കും. എന്തൊക്കെ ഒച്ച കേൾക്കണം, ഒച്ച നല്ല സ്മെല്ലുണ്ട്. ഇതെല്ലാം ബിരിയാണിയാണെന്നാ റയാൻ പറയണേ. ജുബൈർ ഇപ്പൊ ട്രേഡർ അല്ല, ഇപ്പൊ പണിക്കാരനാ. ലാസ്റ്റ് ഉണ്ട് ഇവിടെ ഒരു പൊട്ടല് പൊട്ടാന്. എല്ലാ പൊട്ടൽ ഇങ്ങനെ പൊട്ടി. ഇതാണ് അഭിഷേക് വർമ്മ. അഭിഷേക് വർമ്മ എന്തേലും പറയൂ, 2 വാക്ക്. ഉള്ള തഗ്ഗിന്റെ ആണോ അഭിഷേക് വർമ്മ? 2 പിക്കപ്പ് ലൈൻ അറിയോ? ഒന്നുമില്ല. എന്താണ് ബ്രോ അടുക്കള? റയാനോടെ പാചകം ഓ നമുക്ക് ഇനി അകത്തെ ഹോട്ടലിൽ അകത്തുള്ള വിശേഷം അറിയാം. വാ അച്ചോ, അകത്ത് കാണിച്ചരാ, കിച്ചൺ കാണിച്ചരാ. കേട്ടോ വീഡിയോ കൊള്ളാം. റയാനേ എവിടെ? അങ്ങനെ പറഞ്ഞൂടാ. റയാനോട് ഇതെന്താ? ലിവർ ഫ്രൈ നല്ല ഫ്രൈ തുടങ്ങിയിട്ടുള്ളൂ. അത് പത്തക്കോടെ ഹാനോക്കിന്റെ പത്തക്ക. ഓ ശമൂഷ ഉണ്ട്, മുന്തിരി ഉണ്ട്, നെല്ലിക്കൊക്കെ റയാന്റെ ഇതിലെന്തിനാണ്. ഓ എന്താ ആയിക്കൂടെ റയാൻ അവിടെ അല്ല, രാകേഷിനെ അറിയില്ല. ഇതാണ് മീന്, ഇതാണ് മീന്. പേര് ആഷിഖ്. പരിചയപ്പെടാണ്. ഞാൻ വിളിച്ചാത്ത അതിഥിയാണ്. എല്ലാവർക്കും വരാം. അവിടുത്തെ താത്താനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓ യാറ് അമ്പത്തൂർ സിംഗോ. റെഡി റെഡി റെഡി. ആഫിക്കാന്റെ രക്തം നല്ല കളറുണ്ടല്ലോ. രക്തത്തിന് കട്ടിങ് കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് വേണ്ട മൂപ്പര. ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ്. ഒരു സ്റ്റോറി ഇടോ ഇൻസ്റ്റയിൽ ഇപ്പൊ? ഗൈസ് ഇപ്പൊ വരാം, സ്റ്റോറി ഇട്ടെ. അമ്മീൻ പറഞ്ഞ പിന്നെ ഇടണം. അഭിഷേക് വർമ്മൻ, അമീൻ ഖാൻ, ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, ഫവാസ് ഖാൻ, രാഘുമണി, പാലക്കാട് മണി. 95 വിറ്റു കേട്ടോ. അപ്പം 3420 നിനക്ക് വരാനുള്ളതെന്ന് കുറയും. ഓ ബിസിനസ്. ഇപ്പം അടിപൊളി കേട്ടോ. ഇപ്പം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരുന്നതാണ്. ഒരു 10 അരമണിക്കൂർ ഇപ്പൊ ട്രേഡർ ചെയ്യുന്നു. ഇപ്പൊ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരുന്ന ആളാണ്. വെറുതെ 2 ആൾക്കാര് എന്തൊരു ചെഗൈ ബ്ലാക്ക് ഒക്കെ ഇട്ടത് ആരടാ? ഇപ്പഴാണ് ജുബൈർ ശരിക്കുള്ള ജുബൈറായത്. ഒറിജിനലാണ്.
ഓ ആകെ ലേറ്റ്. ഫവാസിന്റെ ഒപ്പം നിന്ന ലേറ്റിന്റെ അപ്പൊ. ഓ ഫവാസെ ലേറ്റാണ് രസം മഞ്ഞില്ലാറെ. ഓ ചെറിയ നോമ്പറ ശരി. ആക്കണ് ഇനിയിപ്പോ ഞാൻ കലിപ്പേക്കരം. ഇവനെ ഞാൻ ഐസ് കൊണ്ടുപോയി വണ്ടി എടുത്തിട്ട് കയറി പിടിച്ചു വെച്ചാണ്. ഇത് പൊട്ടിച്ച് പുറത്തു പോയിട്ടോ. ആദിക്കുട്ടൻ ഇത് പിടിച്ചാ വല്ല അതിപ്പോ പിടിച്ച അടുക്കളയിൽ കൊണ്ടോണ്ട്. ഇതെന്താ കാട്ടണ്ടി പിടി. ഫവാസ് വലിയ പ്രൊഫഷണലാണ്. കജ്ജില് കുപ്പി വെള്ളം കൊണ്ടൊക്കെ കിടക്കുന്നത്. എങ്ങനെ ഒന്നുകൂടി എന്താ സ്റ്റോറി ഇടാ. അപ്പൊ ഇതിന് വ്ളോഗ് വിളിച്ചാണ് ഞാൻ. തുടങ്ങിയിട്ടുണ്ട്. ഇത് രസമുണ്ട്. എന്റെ ബീഫ് ബിരിയാണി എന്നാണ് ബീഫ് പെടല്ലേ ആക്കണേ. അതാണ് ഹെനോക്ക് 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 ഷാൻ. ഏയ് 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 ആക്കണേ. ട്രൈഡ് ചെയ്യാൻ വന്നാണ്. അപ്പൊ പാത്രം പിടിച്ച് നടക്കണ്ട്. ആ ഇടിച്ചോ ഇടിച്ചോ ഇടിച്ചോ. മാനേജർ പറയും കേക്ക. ഒരു പണിയുണ്ട് ഒരു പണി. നോമ്പുണ്ടോ സൈസ് കുലുക്കി കുലുക്കിയാണത്. ട്രാഫിക്കാ കുലി കുലുക്കി 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 സർവത്ത്. മീനെ ഇതോടെ കൊണ്ടുവച്ചോ അമ്മീനെ. ഇതാരുടെ അവസരം കൂടെ ഇടുക. സിനാനോടെ നല്ല ലൂസ് ആയിട്ടുള്ള പാൻറ്റുള്ള ഏയ് ഓടണ്ട ഗൈസ്. ഇതാണ് നമ്മളെ സിനാന്. സിന കൊയങ്ങിക്കണ. സിനാനെ ബുദ്ധിമുട്ടിച്ചില്ല. സിന കൊയങ്ങിക്കണേ ഞാനെ. അതിനപ്പോ എയർടൈറ്റ് ആക്കണ്ടല്ലോ. എയർടൈറ്റ് ആക്കണ്ടല്ലോ. ഷർട്ട് മേടോ ജൈസും കൊണ്ട് വന്നാ നമുക്ക്. ഓ ആദിക്കുട്ടന്റെ ലുക്ക് മോനെ കീടലാവും ലുക്ക്. പായടാ ശബ്ദരായി എല്ലാരും. ഏയ് തൊള്ളിക്കിട്ടോ തൊള്ളിക്കിട്ടോ. നിലത്ത് ചാടിനേ. ഐസ് കണ്ടിട്ട് തൊള്ളി കിട്ടും. നിലത്ത് ചാടി ഐസ് കണ്ട. നമ്മളെ നോമ്പറി കണ്ടാണ്ട് വേറെ ടീം നോമ്പറി വെച്ചു നിങ്ങളെ. ഓ ഇവിടെ നിന്നാ കണ്ടോ കണ്ടോ. അഭിഷേക് വർമ്മനെ കാത്തിക്കണ എല്ലാരും. കപ്പുമായി വന്നു. വാസിന്റെ കപ്പുമായി വന്നു. ആന്ധ്ര സിനാന് പ്ലേറ്റുമായി വന്നു. കസാലുമായി വന്നു. അമീനെ ഇരിക്കാനും ആ കാരക്ക കാരക്ക നോമ്പുണ്ട്. എന്തിനാ Fight together. പ്ലേറ്റിന്റെ പേര് സമൂസക്ക് കച്ചറ. അയ്യോ വട്ടം വേണോ. അപ്പൊ നമ്മളെ ദം ബിരിയാണി
ഓർഡറേ ദം ബിരിയാണി ദം പൊട്ടിക്കാൻ പോവാണ്. ക്ലാസ് ആരെ പൊട്ടിച്ചാൽ എനിക്കറിയാം. ആറ്റും പൊട്ടിക്കാൻ മതി. റയാനാ പൊട്ടിക്കണേ. ഇതാരോ എനിക്ക് അഭിഷേക് വർമ്മ. ആക്കണേ. അച്ചോ ഇതാണ് റയാന്റെ ബിരിയാണി. കണ്ടോ എനിക്ക് പേര് ഹൈപ്പ് കൊടുത്തുണ്ടോ ഞാൻ. എന്ത് സംഭവിച്ചാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇതൊക്കെ എത്ര ആൾക്കാരോ. കാസർഗോഡ് മലപ്പുറം എല്ലായിടത്തും നിന്നുള്ള ആൾക്കാരുണ്ട്. മൊത്തം എടാ ഇത് ഇങ്ങനെ എല്ലാരും നോക്കി. റയാൻ എവിടുന്ന് ഇങ്ങോട്ട് വീണൊക്കെ പോട്ടോ. ദമ്മ് പൊട്ടുന്നില്ല. ചെമ്പിലോ ഇതിപ്പോ എന്താവും. ഫവാസ് അതിന് ഫസ്റ്റ് വരുന്ന കാറ്റടിച്ച ആ സ്ഥലം വെന്ത് പോകും കേട്ടോ ആരായാലും. അങ്ങനെ ഒടുവിൽ ഫവാസ്. സ്മെല്ലുണ്ട്. ഇതെന്തരാ മറ്റേ പാത്രത്തിൽ അങ്ങോട്ട് വെക്കുക. അല്ല ഇത് വെട്ടത്തിന് വേണ്ടി വ്ളോഗിന് വേണ്ടി ഇളക്കിയിട്ട് അങ്ങോട്ട് നല്ലൊരു റീല് പോണ സാധനം കേട്ടോ. അത് എടുത്തു വെച്ചിട്ടില്ലേ പൊട്ടിക്കുന്നേക്ക. അത് ഇങ്ങനെയല്ല ഇങ്ങനെ അതിന് ചോറിനും കൊടുക്കാതെ. ചോറിനും ഇപ്പൊ എവിടേക്കാ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെയാണ്. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തുണ്ടാക്കിയ സാധനമാണ്. എന്റെ കൈപ്പുണ്യം ഇതിനകത്തുണ്ട്. ഈ ക്യാമറ എടുക്കുന്നവനല്ല, അവനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയക്കാരൻ. റയാന്റെ ബിരിയാണി എങ്ങനെയുണ്ട്? രക്ഷയില്ല, പൊളി. അഭിഷേക് വർമ്മ എങ്ങനെയുണ്ട്? പൊറോട്ട കഴിച്ചിട്ട് കൊള്ളാല്ലേ? പൊറോട്ടന്റെ ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, വെള്ളയപ്പം പോലെ ഇരിക്കട്ടെ. അഭിഷേക് തമാശക്കാരൻ തന്നെ. രാകേഷ് വർമ്മ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പർ. വ്ളോഗ് എടുക്കാൻ എന്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ കൊമ്പൻ കൊക്കു തരിൻ. എന്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ ചെമ്പിൻ പൂവെനിക്കു തരിൻ.